എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മെറിയെ കൊണ്ടുപോകാൻ വേണ്ടി മാജിക് പാർലമെന്റിലെ ആളുകൾ നിയോൺ വില്ലേജിലോട്ട് വരുന്നതാണ്. ആ ഫൈറ്റിൽ നിന്നും മെറി തിരിച്ചു വന്ന ഉടനെ തന്നെ അവളെ വീണ്ടും റോയൽ ക്യാപിറ്റലിലോട്ട് വിളിച്ചിരിക്കുന്നു. ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്നും മാജിക് പാർലമെന്റിന് എന്താണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സിസ്റ്റർ തെരേസ പറയുന്ന സമയത്താണ് അന്നത്തെ പത്രം കൊണ്ട് റെബേക്ക അങ്ങോട്ട് ഓടി വരുന്നത്. ഇല്ല, ഇത് സത്യമാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഓ, ഡെവിളിന്റെ കൂടെയുള്ള ഒരുത്തൻ രാജ്യത്തിനെതിരെ മത്സരിക്കുന്നു. ആസ്ത, ഇല്ല, ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. സോ ആസ്ത ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അന്നത്തെ പത്രം മുഴുവൻ ന്യൂസുകൾ വന്നിട്ടുണ്ട്. തങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായി രാജ്യം മൊത്തം വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന റെവ്ജിയും പോയിസാത്തും ഇത് കാണുന്നുണ്ട്. അവനൊരു കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ അവനും വരേണ്ടി വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ മുകളിൽ പരീക്ഷണങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കും. ഹേയ്, ഒന്നും മിണ്ടാണ്ടിരിക്കുക. കുറെ നേരമായല്ലോ, എനിക്ക് തല വേദനിക്കുന്നു. ഡേ വാൾട്ടോസ്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ടാന്ന്. നിന്നോടാരാ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ്? ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ചേർന്ന് എന്ന് വാൾട്ടോസ് അവനോട് പറയുന്നു. ഇത് കേട്ട് റേഡീസ് എന്തോ പറയാൻ ശ്രമിക്കുന്ന സമയത്താണ് അവരെ ആരോ അറ്റാക്ക് ചെയ്യുന്നത്. ഡേയ്, നിങ്ങളൊക്കെ ക്രിമിനൽസ് ആണ്. പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ വെട്ടി നിറുക്കും. ഡേയ്, ഒരു ദിവസം നിന്റെ ബോഡി ഞാൻ ഒരു പപ്പറ്റിനെ പോലെ കൺട്രോൾ ചെയ്യും. അതെ, ഞാൻ എന്റെ ചെയിൻ മാജിക് ഉപയോഗിച്ച് നിന്നെ വലിഞ്ഞു മുറുക്കും. മിണ്ടാണ്ടിരിക്കണോ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ജാക്ക് അവരെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നിരീക്ഷണത്തിൽ കഴിയുന്ന ലൂണറ്റ്സിനെയും മറ്റുള്ളവരെയുമാണ്. ഹേയ്, എന്താ ഇവിടെ നടക്കുന്നത്? നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ആസ്തയെ ശിക്ഷിക്കുമെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. മാജിക് പാർലമെന്റിലെ ഡാനിഷോ തീർച്ചയായിട്ടും അത് ചെയ്യും. മുൻപ് സ്വന്തം അച്ഛനെ പോലും അവൻ വിചാരണ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഏതൊരു കുറ്റകൃത്യത്തെയും ക്രൂരമായി വിധിക്കുന്ന നീതിയുടെ അളവ് പോലാണ് അവൻ. രാജ്യവും നിയമവും എല്ലാം അവരുടെ കയ്യിലാ. അങ്ങനെയാണെങ്കിൽ ആസ്തി ഈ രാജ്യത്തിന്റെ അധികാര പരിധിക്ക് എതിരാണ്. ആരെങ്കിലും അതിനെ എതിർത്താൽ അവരുടെ ഫാമിലി അടക്കം അവർ ശിക്ഷിക്കും എന്ന് ലൂണറ്റ്സ് അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാജിക് പാർലമെന്റ് ആണ്. മെറിയെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ബ്ലാക്ക് ഫോമിലോട്ട് വന്ന ആസ്തയെ കണ്ട് എല്ലാവരും ഡെവിൾ എന്ന് വിളിക്കുന്നു. അവസാനം നീ നിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് കാണിച്ചിരിക്കുന്നു. നീ ഒരു ഡെവിൾ ആണ്. കഴിഞ്ഞ ഫൈറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ എന്റെ ബ്ലാക്ക് ഫോമിലോട്ട് മാറാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഹേയ് എവരിബഡി, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ എന്നെ കണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ആരെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. ഇവനെ പോലെ വൃത്തികെട്ട ഒരു കോമണറിന് വധശിക്ഷയല്ലാതെ അതിലും വലുതൊന്നും കൊടുക്കാനില്ല. സോ അവിടെ ആസ്ത പറയുന്നത് കേൾക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഗിവ് അപ്പ് ബോയ്. എന്നെ തോൽപ്പിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് സാധിച്ചാലും നീ ഒരു കുറ്റവാളിയായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. ഇനി അങ്ങനെ സംഭവിച്ചാലും നിന്നെ ആ പള്ളിയിൽ വളർത്തിയവർ ഒരുപാട് കഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കണ്ടെങ്കിൽ നിന്നെ പോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളെ ഇല്ലാതാക്കുക എന്നതാണ് ഒരേ ഒരു വഴി. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചു പെൺകുട്ടിയും ഒരുപാട് മാജിക് നൈറ്റ്സും രക്ഷപ്പെടും. ഈ രാജ്യത്തിന് നിന്നെ രക്ഷിക്കാൻ പോകുന്നവരും രക്ഷിക്കാൻ കഴിയുന്നവരുമായിട്ട് ആരും തന്നെ ഇല്ല. നിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബിക്കോസ് യു ആർ ദ ഡെവിൾ. പെട്ടെന്നാണ് മാജിക് പാർലമെന്റ് എല്ലാം ഇടിച്ചു പൊളിച്ച് അങ്ങോട്ട് കുറച്ചു പേർ വരുന്നത്. ഓ മാൻ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിവേ, അവനൊരു ദുഷ്ടനാണോ അല്ലയോ എന്ന് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതെ, എന്റെ ജൂനിയർ ആയിട്ടുള്ള അവൻ ഒരു യഥാർത്ഥ ആൺകുട്ടിയായിട്ട് ഞാൻ അവനെ അംഗീകരിച്ചു കഴിഞ്ഞു. അവൻ വളരെ വിലപ്പെട്ട എന്റെ ഒരു സുഹൃത്താണ്. അവനെ ഇവിടെ വെച്ച് കൊല്ലാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അവന്റെ രൂപത്തിൽ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവൻ വളരെയധികം ധൈര്യശാലിയാ. ആസ്ത ഒരു ഗുഡ് ബോയ് ആണ്. അവൻ നൈസാ. നീ ഇല്ലാതായാൽ മെറിക്ക് ഒരുപാട് സങ്കടമാവും. അതുകൊണ്ട് അവളോടൊപ്പം നിന്നെ രക്ഷിക്കുന്നത് തെറ്റല്ലെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ അവനൊരു കുട്ടിയായിരിക്കാം, പക്ഷെ വളരെ ധീരനായിട്ടുള്ള ഒരു പൗരനാണ് അവൻ. അവന്റെ സീനിയർ ആയിട്ടുള്ള എന്നെ അവൻ നന്നാക്കാൻ ശ്രമിക്കുന്നു. ഇതുപോലെ ഒരു ജൂനിയറിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ തീറ്റിപ്പോറ്റു. അതെനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവനൊരു ലിറ്റിൽ ഷ്രിംപ് ആണ്. പക്ഷെ യഥാർത്ഥ മാജിക് നൈറ്റ്സ് എന്താണെന്ന് അവന് നന്നായിട്ട് അറിയാം. അവനൊരു മണ്ടനായിരിക്കാം, പക്ഷെ ഒരു റോയൽറ്റി എന്ന നിലയിൽ ഈ രാജ്യത്തിന് അവന് ആവശ്യമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. മര്യാദയ്ക്ക് ഞങ്ങളുടെ ആസ്തയെ തിരിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ക്യാപ്റ്റൻ യാമി അവരോട് പറയുന്നു. ദ ബ്ലാക്ക് ബോൾസ്. യാമിസുക്കി ഹീറോ, ഈ വലിയ യുദ്ധം തുടങ്ങി വെച്ച ഒരു ക്രിമിനലിനെയാണോ നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഈ തീരുമാനം കാരണം ബ്ലാക്ക് ബുൾസിന് എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിയാമെന്ന് തോന്നുന്നു. നിനക്കറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും മോശമായ മാജിക് നൈറ്റ് സ്ക്വാഡാണ് ഞങ്ങൾ. ആ കൊമ്പുള്ള രണ്ടുപേരും ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഇനി അവരാര് തന്നെ ആയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്ന് പറയുവാണ് ബ്ലാക്ക് ബുൾസ്. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. പെട്ടെന്നാണ് മെറിയുടെ മേളിൽ നിന്നും കൈയെടുക്കണമെന്ന് പറഞ്ഞ് ഗോയിച്ചി അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡേയ്, നീ എന്തേ കാണിക്കുന്നേ? നീ കാരണം മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയാ അതിന് വേറെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പോർട്ടൽ ഓപ്പൺ ആക്കി അതെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്യൂണറൽ. ഹേയ്,
നീ ഹൗസ് കിരയിലെ ഒരു മെമ്പർ ആണെന്ന് എനിക്കറിയാം. എന്റെ സ്ക്വാഡിൽപ്പെട്ട രണ്ടുപേരെ നീ നന്നായി നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് യാമി അവരോട് പറയുന്നു. ഹേയ്, എന്നെ വിട്ടേക്ക്. ആസ്തയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ ഈ കാലഘട്ടത്തിലെ ആളല്ല. നിരോധിക്കപ്പെട്ട മാജിക് ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ ഒരു മനുഷ്യനല്ല. ബേസിക്കലി എന്റെ ദൗത്യം പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നീ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ധൈര്യശാലിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ബ്ലാക്ക് ബുൾസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതിനോടകം തന്നെ ഞങ്ങളുടെ ടീമിൽ ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്ത് തന്നെയായാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ യാമി ബ്ലാക്ക് ബുൾസിന്റെ ഒരു റോബ് അവൾക്ക് കൊടുക്കുന്നു. സോ ഇനി മുതൽ താനും ബ്ലാക്ക് ബുൾസിലെ ഒരു മെമ്പർ ആണെന്ന് മനസ്സിലാക്കിയ നീരോക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഫീലിംഗ് മാജിക് എറ്റേണൽ പ്രിസൺ എന്ന് പറഞ്ഞ തന്റെ വിലങ്ങുകൾ പൊട്ടിച്ചു കളയുവാണ് നീരോ. സോ എന്തൊക്കെ സംഭവിച്ചാലും ബ്ലാക്ക് ബുൾസ് എന്നും ഒരു മികച്ച ടീം ആയിരിക്കും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവൻ ഡബിൾ ആണെന്നുള്ള ആരോപണം ഒരിക്കലും മായാൻ പോകുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ സിറ്റുവേഷൻ വളരെ മോശമാക്കുക മാത്രമേ ചെയ്യൂ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ടിനെ ആലോചിച്ച് ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇവിടെയുള്ള നോബിൾസിനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. സ്കെയിൽ മാജിക്, സ്കെയിൽ റെഗുലേറ്റ് എന്ന് പറഞ്ഞ അവൻ അവന്റെ മാജിക് ഉപയോഗിച്ച് എല്ലാ മാജിക് ആട്രിബ്യൂട്ടിനെയും ചെറുതാക്കി കളയുന്നു. എന്റെ സ്കെയിൽ മാജിക് ഉപയോഗിച്ച് മറ്റൊരാളുടെ എബിലിറ്റി ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. അത് ഇനി നിങ്ങൾ എത്ര പവർഫുൾ ആണെങ്കിലും ഇതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്ന മറ്റുള്ളവരുടെ കയ്യിലുള്ള മാജിക് ഡിസപ്പിയർ ആയതുപോലെ റോഗ് ഡിസപ്പിയർ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലെ ഒരു വിരൽ മാത്രം ഞങ്ങളുടെ മേലിൽ വെക്കാൻ സാധിക്കില്ല. ഇംപോസിബിൾ ആയിട്ടുള്ളത് പോസിബിൾ ആക്കാൻ സാധിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഡീമൺ ഡിസ്ട്രോയർ സോഡ് ഫീഡ് റിലീസ് എന്ന് പറഞ്ഞ ആസ്ത അവന്റെ മാജിക് തടയുന്നു. സോ ചെറുതായി പോയ എല്ലാവരുടെ ആട്രിബ്യൂട്ടും പഴയതുപോലെയായി മാറുന്നു. അപ്പോഴാണ് യാമി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇനി നിന്റെ മൂവാണ് ജസ്റ്റിസ് ബോയ് എന്ന് യാമി പറയുന്ന സമയത്താണ് അങ്ങോട്ട് രണ്ടു പേർ വരുന്നത്. നീ എപ്പോഴത്തെയും പോലെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല ഫോറിനർ. ഇതിനു ശേഷം എന്ത് ചെയ്യാനായിരുന്നു നിന്റെ പ്ലാൻ? ഇത് നിന്റെ സ്ക്വാഡ് മെമ്പേഴ്സിന് വേണ്ടിയാണെങ്കിൽ പോലും ഇതിന് മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഇനി നിന്നെ കൊണ്ട് സാധിക്കില്ല. എന്തായാലും കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയത് നന്നായി. സോ ക്യാപ്റ്റൻ ഫഗോലിയനും ക്യാപ്റ്റൻ നോസിലുമായിരുന്നു അത്. റോയൽസ് ആയിട്ടുള്ള മാജിക് നൈറ്റ്സ് അവിടെ വന്നത് കണ്ട് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ശരി, ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? വിസാർഡ് കിങ്ങിൽ നിന്നും ഒരു മെസ്സേജ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാജിക് നൈറ്റ് സ്ക്വാഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബുൾസ് ഡെവിൾസിനെ കുറിച്ച് അന്വേഷിച്ച് അവരെ കണ്ടുപിടിക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തന്നെ തെളിയിക്കണം. ഈ മാജിക് പാർലമെന്റില് റോയൽസിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് റോയൽ ഫാമിലിയിലെ പ്രധാനപ്പെട്ട ആളുകളെ സന്ദേശവുമായി അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പ്രായമുള്ള ആ കുട്ടിക്ക് ശരിക്കും ഫ്യൂച്ചർ കാണാൻ സാധിക്കുമോ? ആസ്ത മിഷനിലായിരിക്കുന്ന സമയത്ത് വിസാർഡ് കിങ്ങും മാജിക് നൈറ്റ്സും ആയിരിക്കും അവന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. സോ ആസ്തയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി വിസാർഡ് കിങ് അവർക്ക് ഒരു അവസരം കൂടി കൊടുത്തിരിക്കുന്നു. ഹേയ്, അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം അർത്ഥം അതെ, ക്രിമിനൽ ആസ്ത എന്ന നിന്റെ പേര് മായ്ക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഡെവിൾസിനെ അന്വേഷിച്ചിറങ്ങാൻ പോവാണ്. അതിനോടൊപ്പം വിലക്കപ്പെട്ട ആ മാജിക്കിന്റെ കഴ്സും തകർക്കണം. സോ വിസാർഡ് കിങ്ങിന്റെ ആ സന്ദേശം രണ്ട് റോയൽ ഫാമിലിയിലെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ അവതരിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നോബിൾസ് എല്ലാം ശാന്തരാകുന്നു. വിസാർഡ് കിങ് പറഞ്ഞതുകൊണ്ട് ആളുകളെല്ലാം നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്തിന് നിന്നെ ആവശ്യമില്ലെന്ന് തോന്നിയാൽ ഉടനെ തന്നെ നിന്നെ ഇല്ലാതാക്കും. സോ നീ ഇപ്പോഴും എന്റെ ഈ ത്രാസിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഡാനിഷ് അവിടെ നിന്നും പോകുന്നു. ഹേയ്, ഞങ്ങളെ സഹായിക്കാൻ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് നോയൽ നോസിലിനോട് പറയുന്നു. അതിന്റെ ആവശ്യമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ വിസാർഡ് കിങ്ങിനോട് വേണം അത് പറയാൻ. ആസ്ത, ഈ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ഈ ഡിവൈസ് അത് നീ നിന്റെ കയ്യിലിടണം. അങ്ങനെ ചെയ്താൽ നിനക്കൊരിക്കലും ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ ചില സമയത്ത് ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അതും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാകുമ്പോൾ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? യെസ് സാർ. സോ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം കിട്ടിയതിലും ആസ്തയെ തിരിച്ചു കിട്ടിയതിലും ബ്ലാക്ക് ബുൾസ് ഒരുപാട് ഹാപ്പിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർഡ് കിങ്ങിനെ കാണാൻ പോകുന്ന ഡാനിഷിനെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എല്ലാം സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചല്ലേ? മാജിക് നൈറ്റ്സിനും ഡെവിളിനെ പോലെ ആയ കുട്ടിക്കും എന്ത് സംഭവിച്ചു? ആ ഉത്തരവ് ബുദ്ധിപൂർവ്വം ചിന്തിച്ചതായതുകൊണ്ട് ഇപ്പൊ ആരും ശിക്ഷിക്കപ്പെടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. കാരണം ആസ്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഡെവിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ബുൾസിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർക്കൊരു കാരണം കൂടിയാകും. അവരോട് ക്ഷമിക്കുന്നതിന്റെ അർത്ഥം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നതാണ്. ഈ രാജ്യത്തിന് അതുപോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ
സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനും സാധിക്കില്ല. അതിന് ഞാൻ അവരോട് ക്ഷമിച്ചിട്ടില്ല. ഞാൻ അത് അവർക്ക് വിട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് റെസ്പോൺസിബിലിറ്റിയിൽ ഉപരി അവരെ വിശ്വസിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇതിന്റെ എല്ലാം അവസാനം ആസ്തയ്ക്കും അവരുടെ ഗ്രൂപ്പിനും നിങ്ങളുടെ ത്രാസ് അനുകൂലമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഫിസിക്കലി രൂപം മാറിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് ആശ്വാസമായി. ഈ സ്ഥലം അപകടത്തിലാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ചെറുതല്ല. രാജ്യം വീഴാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് വിധി പ്രഖ്യാപിക്കേണ്ടി വരും. ആ പയ്യന്റെ കാര്യത്തിലും നിന്റെ കാര്യത്തിലും എന്ന് പറഞ്ഞ് ഡാനിഷ് അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് മാക്സ് അങ്ങോട്ട് ഓടി വരുന്നത്. കുട്ടിയായിരിക്കുന്ന വിസാർക്കിങ്ങിനെ കണ്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുവാണ് മാക്സ്. ഹേയ് മാക്സ്, നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നീ എപ്പോഴും ഒരു കുട്ടിയെ പോലെ ആയിരുന്നു. അല്ല, ഇപ്പോഴും ഒരു കുട്ടി തന്നെയാ. അതെ, അതുകൊണ്ടാ ഇങ്ങനെ. വേണ്ട, നീ ഒന്നും പറയണ്ട. നിങ്ങളുടെ ഓർമ്മകൾ പിന്നീട് കാണിച്ചു തന്നാ മതി. നമ്മുടെ രാജ്യം ഇപ്പൊ വളരെ പ്രശ്നത്തിലാണ്. നിങ്ങളുടെ ആ രൂപം, സത്യം പറഞ്ഞ നിങ്ങൾ വളരെ റെഡിക്കുലസ് ആണ്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നിന്നെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കും മാക്സ്. ഇല്ല, ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ലോഡ് കണക്കിന് ജോലികളാണ്. നിങ്ങൾ പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തീർക്കാതെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് മാർക്സ് അവനോട് പറയുന്നു.